ഹൈറേഞ്ചിൽ ഇഞ്ചിയുടെ വില ഉയരുന്നു. കർഷകർ കൃഷി കുറച്ചതാണ് ഇഞ്ചിക്കും ചുക്കിനും വില ഉയരുവാനിടയായത്. വില ഉയർന്നപ്പോൾ കർഷകർക്ക് ഉൽപ്പന്നവുമില്ല. ഇനിയും വില ഉയരുമെന്നാണ് വ്യാപാരികളും പറയുന്നത്. ഉൽപാദനം വൻതോതിൽ കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇഞ്ചി വില കുതിച്ചു കയറിയിരിക്കുകയാണ്. 2 വർഷം മുൻപ് കിലോയ്ക്ക് 28 രൂപ ലഭിച്ചിരുന്ന ഗുണമേന്മയേറിയ നാടൻ ഇഞ്ചിയുടെ വില 140 രൂപയായും 150 രൂപ ലഭിച്ചിരുന്ന ചുക്കിന്റെ വില 130 രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഹൈറേഞ്ചിലെ കർഷകർ കൃഷി ഉപേക്ഷിച്ചതോടെ നാടൻ ഇഞ്ചിക്ക് ക്ഷാമം അനുഭവപ്പെട്ടതാണ് വില കുതിച്ചു കയറിയത്. വൻതോതിൽ ഇഞ്ചിയും ചുക്കും എത്തിയിരുന്ന ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ പേരിന് മാത്രമാണ് ഇഞ്ചി എത്തുന്നത്. ഇടക്കാലത്ത് ഏലം വില ഉയർന്നതോടെ പലരും ഇഞ്ചിക്കണ്ടങ്ങൾ ഉഴുതും മറിച്ച ശേഷം ഏലത്തട്ടകൾ നട്ടു. 2 വർഷം മുമ്പ് ഇഞ്ചി വില 28 രൂപ ആയതോടെ ഉൽപാദന ചെലവ് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയായതും കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. ഇഞ്ചി കൃഷിക്ക് നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ മികച്ച പരിപാലനവും വളപ്രയോഗവും വേണം. ഇടക്കാലത്തുണ്ടായ ഏലം വില വർധന പണിക്കൂലി കുത്തിനെ ഉയരാൻ കാരണമായി. ഇതോടെ മുൻ വർഷങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് ഇഞ്ചി കൃഷി ചെയ്തിരുന്നവർ കൃഷി പൂർണ്ണമായി ഉപേക്ഷിച്ചു. സെന്റിന്റെ അടുത്തോളം ഞങ്ങൾക്ക് ഇഞ്ചിയുണ്ട്. അത് പന്നിയായിട്ടും കേഴയായിട്ടും മുള്ളനായിട്ടും ഇങ്ങനെ കൊത്തിപ്പറിച്ച് നിന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിയൊക്കെ ഇതിലെയൊക്കെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുൻപ് ഇഞ്ചിക്ക് വിലയില്ലായിരുന്നു. ഇപ്പം ഇഞ്ചിക്ക് വിലയുണ്ട്. അന്നേരം കൂട്ടത്തിലുള്ളവർ സ്വന്തക്കാര് ബന്ധക്കാര് അയൽവക്കക്കാരൊക്കെ വരുമ്പം ഇങ്ങനെ ഇഞ്ചി പറിച്ച് അവർക്ക് കൊടുക്കും. നമുക്ക് ഒന്നിച്ചൊരു 50 കിലോ ഒന്നിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. കാലാവസ്ഥ വ്യതിയാനവും ചാണകം ഉൾപ്പെടെയുള്ള ജൈവവളങ്ങളുടെ വില വർധനവും കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഇത്തരം പ്രതിസന്ധിയെല്ലാം തരണം ചെയ്ത് പതിവായി ഇഞ്ചി കൃഷി ചെയ്തിരുന്ന കർഷകർ വിലത്തകർച്ച നേരിട്ടതോടെ കടക്കടിയിലുമായി. മുൻപ് വൻതോതിൽ ഇഞ്ചി കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും ഇപ്പോൾ മറ്റു കൃഷികൾക്കൊപ്പം പേരിന് മാത്രമാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇതാണ് ഉൽപാദനം കുത്തനെയിടിയാൻ കാരണം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.